ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോറം ഇതുപോലൊരു പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതിന് അതിന്റേതായ കാരണമാർക്കും എന്ന് അല്ലെങ്കിൽ പറയാൻ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവഗണിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ. പക്ഷെ നിയമസഭയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് റെക്കോർഡിംഗിലായിട്ട് അവിടെ ഉണ്ടാവുകയും എഴുതി ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുവശത്തൊന്നും മറുപടി പറയുന്നില്ല എങ്കിൽ ആ ആരോപണം അംഗീകരിച്ചതായി കണക്കാക്കുകയും ചെയ്തത്. അപ്പോ എഴുതി ഉന്നയിക്കുന്ന ആരോപണം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്റെ വാദം അംഗീകരിക്കണം. ആ മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നതിനുള്ള ഇൻകൺവീനിയൻസ്, പ്രയാസം, ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഇന്നലെ എനിക്ക് നിയമസഭയിൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് പ്രസംഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ എന്നെ അനുവദിക്കായിരുന്നു. എനിക്ക് എന്റെ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ദീർഘകാലമായി 25 വർഷത്തിലേറെ നിയമസഭയിലുള്ള പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എ പി അനിൽകുമാറിനോടക്കമുള്ള മുതിർന്ന എന്റെ സാമാജികരോടും സഹപ്രവർത്തകരോടും ഞാൻ ചോദിച്ചു, ഇതുവരെ എഴുതി കൊടുക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ എഴുതി കൊടുത്ത് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇന്നുവരെ ഇതുപോലൊരു തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ ആദ്യമായി വളരെ പ്രയാസത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, സ്പീക്കർ ഇന്നലെ കേരള നിയമസഭയിൽ ചെയ്തത് ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക, ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിച തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയണം. അതിനപ്പുറത്തേക്കുള്ള ഒരു വിമർശനം അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. പൊതുജനം വിലയിരുത്തട്ടെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി എന്ന് പറഞ്ഞ് ആ ഭാഗം. ഇനി നമ്മളിപ്പോ കഴിഞ്ഞ ഒരുപാട് കാലമായി, ഇപ്പൊ ഞാനത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇതുവരെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫൈൻഡിങ്ങിന്റെ രൂപത്തിലുള്ളത് Ms. Veena T is the daughter of a prominent politician to whom other payments have been made as per the assessee's own admission. അത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ്സിനെ കുറിച്ചുള്ള ഫൈൻഡിംഗ് ഒരു സെന്റൻസ് ഉണ്ട്. These are illegal payments in the hands of the company. Ms. Exalogic has not provided any service as per the contemporaneous evidence gathered during the search. The assessee company is making payments through banking channels to persons connected with a prominent decision maker to claim it as deductible expense by claiming compensated service which has not been received. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മാസപ്പടിയുടെ അന്വേഷണം എത്തിയത്. മാസപ്പടിയുടെ അല്ലെങ്കിൽ മാസപ്പടിക്ക് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ വിജയനോ എക്സാലോജിക് കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോ SFIOയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാനുകോടി രൂപ മകൾ അല്ലെങ്കിൽ വീണ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നോബഡി ഈസ് ഡിനൈഡ് ഇറ്റ്. ഈവൻ CPM ഇപ്പോ അത് നിഷേധിക്കുന്നില്ല. വീണ പണം വാങ്ങിയെന്നതും വാങ്ങിയതിനൊരു സർവീസ് നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞു, GSTയുടെ ക്വസ്റ്റ്യൻ വന്നു, മറ്റു കാര്യങ്ങൾ വന്നു, മറ്റു മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി, കമ്പനീസ് ആക്ടിന്റെ പുറകിലുള്ള അന്വേഷണം വന്നു, കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട വൈലേഷൻസ് വന്നു, അത് ഡിസ്കസ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതിയാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനെ ആധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരികയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരികയാണ്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ്, അതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു MLA ആണ്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് പണം തന്നു, ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പണം തരുന്നത് കണ്ടു, അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല. അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അത് ഹാഫ് സർക്കിളേ ആവുള്ളൂ. അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി,
അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം, എന്ത് ഔദാര്യം, എന്താ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്. ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. I would beg to differ on that point. I would say actually ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ്. മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റിയെന്നത് ശരിയാണ്. പക്ഷേ ഇതിലെ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് ഇതൊരു ലോങ് സ്റ്റോറി ഇൻ ദ സെൻസ് 2004 മുതൽ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് എല്ലാം വിശദമായിട്ട് പറയാൻ വളരെ അതിദീർഘമായ ഒരു പ്രശ്നം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്രക്സ്, അല്ലെങ്കിൽ ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് CM. മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.